നമസ്കാരം. നാളെയാണ് തിരുവോണം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ജ്യോതിഷപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അഥവാ ജ്യോതിഷ പണ്ഡിതന്മാരുടെ ചില പ്രധാനപ്പെട്ടതായ ചില പ്രവചനങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാണ് പ്രവചനം. കൂടാതെ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രത്തിന് അതിസമ്പന്ന യോഗവുമുണ്ട്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചന പ്രകാരം കാര്യങ്ങൾ അല്പം അനുകൂലമാണ് എന്ന് പരാമർശിക്കാം. ആദ്യത്തെ കന്നിരാശി പ്രവേശനം നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതായ സമയം തന്നെയാകുന്നു. ഇത്തരം നേട്ടങ്ങൾക്ക് ഇടവരുത്തും എന്നതാണ് വാസ്തവം. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ കൂടുതലായി തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ആഹ്ലാദം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പ്രധാനമായും ചൊവ്വയുടെ തൃതീയ ഭാവസ്ഥിതിയാൽ എല്ലാവരുടെയും ഇണക്കം സമ്പാദിച്ചുകൊണ്ട് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നു എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ ചില നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം കലാകാരന്മാർക്കും അനുകൂലമാണ് സമയം. വിദ്യാർത്ഥികൾക്കും വിദ്യയുമായി ബന്ധപ്പെട്ട് അല്പം ഉയർച്ച നേടുവാൻ സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നക്ഷത്രക്കാർക്ക് അഥവാ ഈ നക്ഷത്രത്തിന് സമ്മാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പാരിതോഷികങ്ങൾ നേടിയെടുക്കുവാനും അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. തൊഴിൽപരമായും ബിസിനസ് പരമായും അല്പം നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. യാത്രകൾക്ക് സാധ്യത കൂടുതലാണ്. കൂടാതെ ഈ സമയം പണം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ അവസരം കൂടിയാകുന്നു. അതിനാൽ വന്നു ചേരുന്നതായ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നക്ഷത്രനാഥനായ ചന്ദ്രന് പൂർണ്ണബലം വരുന്ന സന്ദർഭം ആകുന്നതിനാൽ തന്നെ മനപ്രസാദമുണ്ടാകുന്നതായ സമയം തന്നെയാകുന്നു. സന്തോഷാനുഭവങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സമയമാണ്. ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനപ്രകാരം അല്പം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുകയും നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അഥവാ അത്തരത്തിൽ രക്ഷപ്പെടും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം പല വ്യക്തികൾക്കും സാമ്പത്തികമായ സഹായങ്ങൾ നൽകേണ്ടതായി വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽപരമായും നേട്ടങ്ങൾ വന്നു ചേരാം. ധനപരമായ ഉയർച്ച വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ പണം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സമയം തന്നെയാകുന്നു. അതിനാൽ തന്നെ വന്നു ചേരുന്ന പണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുക, കൂടാതെ പുതിയ അവസരങ്ങൾ ജോലി സംബന്ധമായും ബിസിനസ് പരമായും വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ സമയം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം രോഹിണി നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്നാണ് ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനം. ആയില്യം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും എന്നാണ് ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനം. ഈ സമയം നിങ്ങൾക്ക് ബന്ധം കൂടുതൽ ദൃഢമാക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാൻ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം അർപ്പണ ബോധത്തോടെ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. പുതിയ വാഹനം, ആഗ്രഹിക്കുന്നതായ പല വസ്തുക്കൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്.
കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ, നിങ്ങളുടെ മനസ്സിലുള്ള ആ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുടെ മനസ്സിലുള്ള തെറ്റായ ധാരണകൾ തിരുത്തുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങൾക്ക് വന്നു ചേരാം. വിദേശത്തേക്ക് മടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ വിദേശവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ഭവിക്കാം. വിദേശത്തേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും തന്മൂലം വളരെയധികം സന്തോഷം മനസ്സിലേക്ക് കടന്നു വരാം. കൈകളിൽ പണം വന്ന് ചേരുന്ന അല്ലെങ്കിൽ പണം നിൽക്കുന്നതായ ഒരു സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. പല സാഹചര്യങ്ങളോടും വേഗത്തിൽ പൊരുത്തപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ, യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം എല്ലാ കാര്യങ്ങളിലും ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമ്മാനങ്ങൾ, പാരിതോഷികങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. ചോതി നക്ഷത്രക്കാർക്ക് ഈ സമയം കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. സ്വതസിദ്ധമായ കഴിവുകൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ആഹ്ലാദിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. തൊഴിൽ രംഗം അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും പുഷ്ടിപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ധനവിനിയോഗത്തിൽ അല്പം ജാഗ്രത വേണ്ടതുണ്ട്. ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മക്കളുമായി ബന്ധപ്പെട്ട് അഥവാ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ശുഭകരമായ ചില വാർത്തകൾ ഇവർക്ക് കേൾക്കുവാൻ സാധിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ, കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ചെയ്യുക, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, ആഗ്രഹ സാഫല്യം സംഭവിക്കുക, ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾ അഥവാ അല്പം ധനപരമായ ഉയർച്ച മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് കൂടുതലായി ലഭിക്കുവാൻ സാധ്യത തന്നെയാണ് ഇവർക്കുള്ളത്. അതിനാൽ തന്നെ വന്നു ചേരുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. കുടുംബത്തിലെ ഐക്യം വർദ്ധിക്കുകയും പല കാര്യങ്ങളിലെ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം കൂടിയാകുന്നു. അനിഴം ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അനിഴം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. പ്രധാനമായും തടസ്സങ്ങൾ ഒഴിയാം. കൂടാതെ ഈ സമയം ഉന്മേഷം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ആദിത്യൻ 10, 11 രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ കർമ്മരംഗത്ത് വളരെയധികം വിജയങ്ങൾ നേടുവാൻ സാധിക്കും. വ്യാപാരത്തിൽ ആദായം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു, അഥവാ വർദ്ധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ തൊഴിലുമായി ബന്ധപ്പെട്ട് സമാധാനം പ്രതീക്ഷിക്കാം. പലവിധ പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടതായി വരില്ല. പുതിയ ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിവ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് വളരുന്നതാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആഗ്രഹ സാഫല്യം പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം കൂടിയാണ് ഇത്. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ധനപരവും മാനസികപരമായ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം വന്ന് ചേരുന്നതായ സമയം കൂടിയാകുന്നു. മാനസികപരമായ പ്രശ്നങ്ങൾ, ചില വിഷമങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതായ സമയം കൂടിയാണ് എന്ന് പരാമർശിക്കാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പൂരാട നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ വളരെ അനുകൂലമാണ് എന്നാണ് ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം പറയുവാൻ സാധിക്കുക.
പുരാട നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകമായ കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഉണ്ടായിരുന്നതായ പലവിധ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതായ ചില വസ്തുക്കൾ സ്വന്തമാക്കുവാൻ, ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം വാഹനം തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വിശ്രമിക്കുവാനുള്ള അവസരങ്ങൾ അല്പം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ, പുരസ്കാരങ്ങൾ, അഭിനന്ദനങ്ങൾ അഥവാ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ്. പല വ്യക്തികളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ലഭിച്ചു എന്ന് വരാം. എന്നാൽ പ്രതീക്ഷിക്കാത്തതായ ചില വ്യക്തികളിൽ നിന്നും നിസ്സഹകരണം അല്ലെങ്കിൽ ചില തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ അത്തരം തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ശുഭകരം. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രധാനമായും ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. പണം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതാണ്. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതുമാണ്. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരം എന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ ഈ സമയം ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകളുണ്ട് എങ്കിൽ അത് തിരുത്തുവാനും, തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, മത്സരങ്ങളുമായി ബന്ധപ്പെട്ടോ, ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്നതായ ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാകുന്നു. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാണ് എന്നാണ് ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനം.